Hi students, നമുക്കിന്ന് മൊഡ്യൂൾ 3 കംപ്രഷൻ മെമ്പേഴ്സ് ഒരു മൊഡ്യൂൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് നമ്മൾ ക്ലാസ്സിലെടുത്ത പോർഷൻസ് ആണ്. ഞാനിതിൻ്റെ പ്രോബ്ലംസ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസ് മാത്രമേ ഈ സെക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. അതായത് നമുക്ക് ആദ്യം കംപ്രസീവ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട്, ദെൻ കോളത്തിൻ്റെ ഡിസൈൻ ഉണ്ട്, ദെൻ ലേസ്ഡ് സെക്ഷൻസ്, ബാറ്റൺസ്, ലാസ്റ്റ് സ്ലാബ്സും ഗസറ്റ് പ്ലേറ്റും. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോർഷൻസ് നോക്കാം. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ പോർഷൻസ് പോകുന്നത്. അതായത് കംപ്രസീവ് സ്ട്രെങ്തിനൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എഫ് സി ഡി ഇൻറ്റു ഏരിയ. പി ഈസ് ഈക്വൽ ടു എഫ് സി ഡി ഇൻറ്റു ഏരിയ. ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വരുന്നത്. ഓക്കെ, അതിൽ തന്നെ പി എന്ന് പറയുന്നത് ലോഡായിരിക്കും, ആൻഡ് എഫ് സി ഡി എന്ന് പറയുന്നത് ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത്, ആൻഡ് ഏരിയ നമുക്ക് തന്നിരിക്കുന്ന ഏത് സെക്ഷനാണോ അതിൻ്റെ ഏരിയ ആയിരിക്കും. അത് നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കും. എഫ് സി ഡി കണ്ടുപിടിക്കാൻ നമുക്കൊരു മെത്തേഡുണ്ട്, അതെങ്ങനെയാണെന്ന് പറയാം. ആൻഡ് ലോഡ് പി. ഓക്കെ, നമുക്ക് എല്ലാത്തിനും സ്റ്റെപ്സ് സെയിം ആണ്. നമുക്ക് അതൊരു പ്രോബ്ലത്തിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. First problem, determine the design axial capacity of column ISMB 400 given that height of the column is 3.5 meter and that is pin ended. Okay, assume Fy is equal to 250 Newton per mm square, Fu is equal to 14 Newton per mm square and Young's modulus E is equal to 2 into 10 raised to 5 Newton per mm square. നമ്മളിത് പറഞ്ഞിട്ടുള്ളത് ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദ കോളം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ എഫ് സി ഡിയും കാൽക്കുലേറ്റ് ചെയ്യണം, ഏരിയയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പി വരെ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അതെല്ലാം എടുത്തെഴുതാം. ഫസ്റ്റ് നമുക്ക് ഏത് സെക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് തന്നിട്ടുള്ളത്. ISMB 400. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീമാണ്. ഓക്കെ, ബീം എന്ന് പറയുന്നത് ബീം എന്ന് പറയുന്നത് ഐ സെക്ഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലായി ISMB 400 എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീം 400 ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോളം എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് പിൻ എൻഡഡ് ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക്. പിന്നെ FYയുടെ എഫിൻ്റെ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് 1 വിൽ ബി എഫക്റ്റീവ് സെക്ഷണൽ ഏരിയ. അതായത് പി ഈസ് ഈക്വൽ ടു എഫ് സി ഡി ഇൻറ്റു ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ISMB 400 ആണ് എന്ന് നമ്മുടെ സെക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് SP6 എടുക്കാം. SP6 നിന്ന് ഐ സെക്ഷൻ എടുക്കുക. ഓക്കെ, അതായത് SP6 എന്ന് പറയുന്നത് സ്റ്റീൽ ടേബിൾ. ഓക്കെ, സ്റ്റീൽ ടേബിളിൽ നിന്ന് പേജ് നമ്പർ 2 നിങ്ങളുടെ ISMB 400ൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നത്. ISMB 400 എടുക്കുക, അതിന് നേരെ അതിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്, എത്രയാണെന്ന് എടുക്കുക. അപ്പം നമുക്ക് 78.46 സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരുന്നു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിനെ MM സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ഈ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം. അപ്പം SP6 തന്നെ നമുക്ക് ഏരിയ മാത്രമല്ല, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, പിന്നെ എന്താണ് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ CYY, RXX അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും, അതും കൂടെ എഴുതി വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു FCD ഇൻറ്റു ഏരിയ ആയിരുന്നു അല്ലേ. P ഈസ് ഈക്വൽ ടു FCD ഇൻറ്റു ഏരിയ ആയിരുന്നു നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്? FCD അല്ലേ. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് വരുന്നത്. അപ്പം FCD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. FCD അപ്പോൾ ഏരിയ ആയി, നമുക്കിനി FCD കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. FCD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് FCD എടുക്കാം. അതായത് നിങ്ങളുടെ IS കോഡ് IS 800/2007, അതിൽ പേജ് നമ്പർ
FCD വരുന്നതെന്ന് പറയുമ്പം പേജ് നമ്പർ 40 തൊട്ട് 4 പേജസിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, FCDയുടെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഈ ടേബിളിൽ കിടക്കുന്നതെല്ലാം FCDയുടെ വാല്യൂ ആണ്. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 4 ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് 4 ബക്ലിംഗ് ക്ലാസ് ഉണ്ട്, ABCD. ഓക്കെ, സോ നമ്മൾ ആദ്യം ഏത് ക്ലാസ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന്. ഓക്കെ, സോ സപ്പോസ് ഇപ്പോൾ എനിക്കിവിടെ A എന്ന് കിട്ടി. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ സപ്പോസ് ഇവിടെ എനിക്ക് A എന്ന് കിട്ടി. അപ്പോൾ ഞാൻ Aയുടെ ടേബിൾ എടുക്കുക. ഓക്കെ, അതായത് ഇവിടെ 9A ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത്. സപ്പോസ് എനിക്ക് B ആണെങ്കിലോ തൊട്ട് അടുത്ത പേജിൽ B കിടപ്പുണ്ട്, 9B ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, ആൻഡ് തൊട്ടടുത്ത ടേബിളിൽ C കിടക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് എനിക്ക് B ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ബിയുടെ ടേബിൾ എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ KL/R എന്ന് പറയുന്ന വാല്യൂ ഈൽഡ് സ്ട്രെസ്സും ഉണ്ട്. സോ ഇപ്പോൾ എൻ്റെ KL/R ഒരു 80 ആണെന്ന് വെച്ചു. സോ ഞാൻ 80ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈൽഡ് സ്ട്രെസ്, അതായത് FYയുടെ വാല്യൂ എന്താണെന്ന് നോക്കും. നമുക്ക് 250 ആണ് യൂഷ്വലി വരുന്നത്. സോ 80ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 250 കിടക്കുന്ന വാല്യൂ എത്രയാണ്, 115. സോ അതാണ് നമ്മൾ FCD ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് യൂഷ്വലി ഇവിടെ KL/R ഈ ഡയറക്റ്റ് 10ൻ്റെ മൾട്ടിപ്പിൾ വരില്ല. ഇപ്പം സപ്പോസ് 23 എന്നങ്ങനെയാണെങ്കിൽ നമ്മൾ 20യും 30 എടുത്തിട്ട് ഇൻറ്റർപോളേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് എടുക്കുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത നിങ്ങളുടെ ഡൗട്ട് എന്തായിരിക്കും, ഈ ക്ലാസ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നായിരിക്കും, ആണല്ലോ. ഓക്കെ, അപ്പം സോ അതിനു മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് വരേണ്ടത്, KL/R ഉണ്ട്, FI ഉണ്ട്. FI നമുക്ക് 250 ആയിരിക്കും നമുക്ക് മിക്ക ക്വസ്റ്റ്യനിലും വരുന്നത്. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് KL/R ഈ ഒരു ഫാക്ടറും കണ്ടുപിടിക്കാനുണ്ട്. ദെൻ ഏത് ക്ലാസ് ആണെന്നും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, ആണല്ലോ. ഓക്കെ, സോ ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് വേറൊരു ടേബിൾ, അതായത് 44 എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ ബക്ലിംഗ് ക്ലാസ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ I സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ, ആദ്യം താഴെ ഉള്ളത് പറഞ്ഞുതരാം. ഒറ്റ സെക്ഷനായിട്ട് എഴുതുന്നത്. സി നോക്കൂ, ഇവിടെ നമുക്ക് ബിൽഡപ്പ് സെക്ഷൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബിൽഡപ്പ് മെമ്പർ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബക്ലിംഗ് ക്ലാസ് C എന്ന് എഴുതാം. അതുപോലെ ചാനൽ സെക്ഷൻ, ആംഗിൾ സെക്ഷൻ, T സെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിലും ബക്ലിംഗ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, C ആണ്. അതുപോലെ ഹോളോ സെക്ഷൻസ്, വെൽഡഡ് ആയിട്ടുള്ള I സെക്ഷൻസ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ വേറെ ക്ലാസ് വരും. സോ ആദ്യം നമുക്ക് I സെക്ഷൻ നോക്കാം. I സെക്ഷൻ എന്ന് നോക്കുമ്പം നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ, നമ്മളുടെ ഈ ക്വസ്റ്റ്യനും I സെക്ഷൻ തന്നെയാണ്, ആണല്ലോ. സോ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ വേണ്ട ഈ കണ്ടീഷൻസ് നോക്കും, ഈ ലിമിറ്റ് നോക്കും. ഇപ്പോൾ ആദ്യത്തെ ലിമിറ്റാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു കണ്ടീഷൻ, അതായത് ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്, H/BFും T < 14 mm. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A അല്ലെങ്കിൽ B ആയിരിക്കും. അതിൽ നിന്ന് A ആണോ B ആണോ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ഡയറക്റ്റ് നമുക്കൊരു L സെക്ഷൻ ആണെന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബക്ലിംഗ് ക്ലാസ് C എന്ന് എഴുതാം. ഓക്കെ, സോ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ബക്ലിംഗ് ക്ലാസ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഏത് ടേബിളാണെന്ന് ചൂസ് ചെയ്യും. ഇനി നമുക്ക് ആ ടേബിളിൻ്റെ അകത്ത് നിന്ന് എന്ത് വേണം, KL/R വേണം, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ വേണം. ഓക്കെ, KL/R എന്ന് വെച്ചാൽ സ്ലെൻഡർനെസ് റേഷ്യോ. സോ അതിൽ ഈ KL എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പേജ് നമ്പർ 43 എന്നായിരിക്കും. ഓക്കെ, സോ 43 എടുക്കുക. 43 എടുത്തതിന് ശേഷം ഇവിടെ ഓരോരോ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം 2 കണ്ടീഷൻസ്, ഇപ്പോൾ ഒരു ഇതെന്താണ്, 2 എൻഡും ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, ആണല്ലോ. 2 എൻഡും ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പം 2 എൻഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ഏത് കണ്ടീഷനാണ് ഇത്, അതായത് 2 എൻഡും, അതായത് അറ്റ് 1 end ട്രാൻസ്ലേഷൻ ഈസ് റീസ്ട്രെയിൻഡ്, റൊട്ടേഷൻ റീസ്ട്രെയിൻഡ് ആണ്, അല്ലേ. നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ വരാം, അതായത് റൊട്ടേഷനും ട്രാൻസ്ലേഷനും, അതായത് നമ്മളുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റും, അതുപോലെ റൊട്ടേഷനും റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്, പറ്റില്ല, ആ സൈഡിൽ മൂവ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ റീസ്ട്രെയിൻഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഫിക്സഡ് സപ്പോർട്ടായിരിക്കും. ഇത് നിങ്ങൾ മൂസിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ പിൻഡുണ്ട്, ഹിഞ്ച്ഡ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഒരു എൻഡിൽ റീസ്ട്രെയിൻഡ് ആണ് എന്ന് പറയുന്നു, അതായത് ട്രാൻസ്ലേഷനും റൊട്ടേഷനും റീസ്ട്രെയിൻഡ് ആണ്. മറ്റേ എൻഡിൽ രണ്ടും ഫ്രീ ആണെങ്കിൽ ഒരെൻഡ് എന്താണ്, ഫിക്സഡ്, മറ്റേ എൻഡ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഈ 0.8L എഗെയിൻസ്റ്റ് കിടക്കുന്ന നോക്ക്, അവിടെ റീസ്ട്രെയിൻഡ് എന്താണ്, ട്രാൻസ്ലേഷൻ റീസ്ട്രെയിൻഡ് ആണെന്നും റൊട്ടേഷൻ റീസ്ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രാൻസ്ലേഷനും
റൊട്ടേഷനും ഇല്ല. അതേസമയം മറ്റേ എൻഡിൽ എന്താണ്, അപ്പം അത് ഫിക്സഡ് എൻഡാണെന്ന് നമുക്ക് മനസ്സിലായി. മറ്റേ എൻഡിൽ എന്താണ്, ട്രാൻസ്ലേഷൻ, അതായത് മൂവ്മെൻറ്റ്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും മൂവ്മെൻറ്റ് റീസ്ട്രെയിൻഡ് ആണ്, എന്നാൽ റൊട്ടേഷൻ ഫ്രീ ആണ്. അതായത് റൊട്ടേഷൻ ഉണ്ട് പക്ഷേ ബാക്കി ഇല്ല. അപ്പോൾ എന്തായിരിക്കും, ഹിഞ്ച്ഡ് സപ്പോർട്ടായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഹിഞ്ച്ഡിനാണ് ഈ എന്തെന്ന് പറഞ്ഞത്, ഇതുപോലെ നമുക്ക് ആ റൗണ്ടിന് കാണിച്ചിരിക്കുന്നത്. ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ. ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു സെക്ഷൻ വരുന്നത്. ഫിക്സഡ് ആകുമ്പം ഇങ്ങനെ ആയിരിക്കും, ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്നും കാണത്തില്ല, ചുമ്മാ ഇട്ടിരിക്കും. ഓക്കെ, ഈ മൂവ്മെൻറ്റ് റീസ്ട്രെയിൻഡും അതുപോലെ അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മീൻസ് ട്രാൻസ്ലേഷൻ, അത് റീസ്ട്രെയിൻഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡും, അതുപോലെ എന്താണ് ഫ്രീ ആയിട്ട് വരുന്നത് റൊട്ടേഷൻ ഫ്രീ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഇവിടെ നിന്ന് കിട്ടും. ഈ കെയിലിൻ്റെ വാല്യൂ ആണ് 0.2L എന്ന് പറയുന്നത്. അതായത് കെയുടെ വാല്യൂ ആണ് ഈ 0.2, 0.1, 1.2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, പ്രോബ്ലം നോക്കാം. സോ പ്രോബ്ലത്തിൽ അപ്പോൾ നമ്മളുടെ ഏരിയ നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, FCD കാൽക്കുലേറ്റ് ചെയ്യണം. FCD കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം ഞാൻ പറഞ്ഞ എന്താണ്, നമുക്ക് ഏത് ബക്ലിംഗ് ക്ലാസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫൈൻ ബക്ലിംഗ് ക്ലാസ് ഓഫ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ്റെ ബക്ലിംഗ് ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ബക്ലിംഗ് ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടേബിൾ എടുത്തു. ടേബിൾ 10 പേജ് നമ്പർ 44 എടുത്തു. ആൻഡ് 44 എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തെന്ന് പറയുന്നത്, നമുക്ക് ഐ സെക്ഷനാണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ ഐ സെക്ഷന് രണ്ട് കോളമായിട്ട് അല്ലെങ്കിൽ രണ്ട് റോ ആയിട്ട് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് ആണല്ലോ. സോ ആദ്യത്തെ എന്താണ്, H/BF ഗ്രേറ്റർ ദാൻ 1.2 ആണോ എന്ന് നോക്കണം. H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ കോളം, BF എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, ഐ സെക്ഷൻ്റെ ഫ്ലാഞ്ച്. ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വെബായിരിക്കും അല്ലേ. സോ ഫ്ലാഞ്ചും വെബും അതാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ BFൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് എവിടെ നിന്ന് എടുക്കാം, SP6 എന്ന് ഈ ഐ സെക്ഷൻ്റെ പോർഷൻസിൽ അത് കാണും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ വരുന്നു H/BF എടുക്കുന്നു. H എന്ന് പറയുന്നത് 4 മീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് H എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ISMB 400 എന്നല്ലേ പറയുന്നത്. ഓക്കെ, ISMB 400. ഈ 400 എന്ന് പറയുന്നത് ഹൈറ്റ് അല്ലെങ്കിൽ ആ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലായി. അതായത് ഐ സെക്ഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നതായിരിക്കും 400 എന്ന് പറയുന്നത്, ISMB 400. ആ 400 ഡിനോട്ട് ചെയ്യുന്നത് ഹൈറ്റ് ആയിരിക്കും. ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച് നമുക്ക് പ്രോപ്പർട്ടീസ് എന്ന് എഴുതി വയ്ക്കാം, 114 mm. സോ അത് 2.8 എന്നാണ് കിട്ടിയത്. ഓക്കെ, സോ 2.8 എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ നോക്ക്, നമ്മുടെ കോളത്തിൽ കണ്ടീഷൻ ഇഫ് ഗ്രേറ്റർ ദാൻ 1.2 ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആണല്ലോ. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.2. അപ്പം A ആണ് സെക്ഷൻ. ഓക്കെ, അല്ല A ആണ് ക്ലാസ്. ഇനി രണ്ടാമത്തത്, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു, TF ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 mm എന്നുള്ള കണ്ടീഷൻ. അപ്പം നമ്മൾ TF എന്ന് വെച്ചാൽ എന്താണ്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. അതും നമുക്ക് എവിടെ നിന്ന് കിട്ടും, SP6 എന്ന് കിട്ടും. സോ TF എടുത്തു, അത് 16 mm ആണെന്ന് കിട്ടി. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 mm ആണ്. അതായത് രണ്ട് കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ കണ്ടീഷൻ നോക്കണോ, വേണ്ട, എന്തായാലും 14 mm ലെസ് ആണ്. അപ്പോൾ ഈ കണ്ടീഷനായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഏതർ എങ്ങനെ പറയാം, നമുക്ക് എയോ ആവാം ബിയോ ആവാം. A ആണെങ്കിൽ അത് ഏത് ആക്സിസ്, ഇപ്പോൾ ബക്ലിംഗ് ക്ലാസ് A ആണെങ്കിൽ ഇറ്റ് വിൽ ബക്കിൾ അബൌട്ട് Z ആക്സിസ്. ബക്ലിംഗ് ക്ലാസ് B ആണെങ്കിൽ ഇറ്റ് വിൽ ബക്കിൾ അബൌട്ട് YY ആക്സിസ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് A ആണ് നമ്മുടെ ബക്ലിംഗ് ക്ലാസ് എങ്കിൽ അത് ബക്കിൾ ചെയ്ത് പോകുന്നത് Z ആക്സിസിൽ കൂടെ ആയിരിക്കും ബക്കിൾ ചെയ്ത് പോകുന്നത്. ആൻഡ് B ആണ് നമ്മുടെ ബക്ലിംഗ് ക്ലാസ് എങ്കിൽ അത് YY ആക്സിസിൽ കൂടെ ആയിരിക്കും ബക്കിൾ ചെയ്ത് പോകുന്നത്. സോ നമ്മളിപ്പോൾ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, Z ആണോ YY ആണോ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ലിമിറ്റ് കണ്ടീഷൻ. സോ ഇറ്റ് ക്യാൻ എയ്തർ ബക്കിൾ അബൌട്ട് Z ആക്സിസ് വിത്ത് ബക്ലിംഗ് ക്ലാസ് A ഓർ ബക്കിൾ അബൌട്ട് YY ആക്സിസ് വിത്ത് ബക്ലിംഗ് ക്ലാസ് B. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ, അതായത് രണ്ട് ക്ലാസ് വരുന്ന കണ്ടീഷനിൽ നമ്മൾ I വാല്യൂ നോക്കും. അതായത് IZ
എന്ന് പറയുന്ന വാല്യൂ, IYY എന്ന് പറയുന്ന വാല്യൂ. സോ നിങ്ങളുടെ SP6 അല്ലെങ്കിൽ സ്റ്റീൽ ടേബിളിൽ IXXും IYY മാത്രമേ കാണത്തുള്ളൂ. ഈ IXX ആണ് നമ്മൾ പറയുന്ന IZZ എന്ന് പറയുന്നത്. സോ രണ്ടിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുത്ത് എഴുതുക. അതിലേറ്റവും ലീസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എവിടെയാണോ അതിനായിരിക്കും ഗ്രേറ്റർ ആയിട്ടുള്ള ബക്കിളിംഗ് ഉള്ളത്. സോ നമ്മൾ രണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും എടുത്ത് എഴുതുന്നു. IZZ ആകുമ്പം അതിനൊരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, IYY എടുത്ത് എഴുതുന്നു. ഏതാ വലിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉള്ളത്? IZZനാണ് വലിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉള്ളത്. ചെറിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇപ്പോൾ ഏതിനായിരിക്കും? IYY. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ ആക്സിസിലായിരിക്കും ഏറ്റവും കൂടുതൽ ബക്കിളിംഗ് ഉള്ളത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞത് എവിടെയാണ്? IYY ആണ് കുറവ്. സോ ഏറ്റവും കൂടുതൽ ബക്കിളിംഗ് ഉള്ളത് എവിടെയായിരിക്കും? Y ആക്സിസിലായിരിക്കും. സോ ഇറ്റ് വിൽ ബക്കിൾ അബൌട്ട് Y ആക്സിസ്. അപ്പോൾ Y ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ബക്കിളിംഗ് ക്ലാസ് ഏതാണ്? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ZZ ആക്സിസ്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് YY ആക്സിസ്. സോ നമ്മളുടെ ബക്കിളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് YY ആണ്. ഓക്കെ, സോ നമ്മുടെ ഇറ്റ് വിൽ ബക്കിൾ അബൌട്ട് YY ആക്സിസ് വിത്ത് എ ബക്കിളിംഗ് ക്ലാസ് B, അങ്ങനെ കിട്ടുന്നു. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ബക്കിൾ ചെയ്ത് എടുക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ നമ്മളുടെ ക്ലാസ് ഏതാണെന്ന് കിട്ടി. ഏതാണ് നമ്മുടെ ക്ലാസ്? B. ഓക്കെ, മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? I സെക്ഷൻ ആണെന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ കണ്ടീഷൻസ് നോക്കണം. ഓക്കെ, അപ്പോൾ I സെക്ഷൻ ആണെന്ന് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് കണ്ടീഷനുണ്ട്, ഈ ഒരു സെറ്റ് കണ്ടീഷനുണ്ട്, ആണല്ലോ. സോ നമ്മൾ ആദ്യം ഈ സെറ്റ് നോക്കുന്നു. ഈ സെറ്റ് നോക്കിയപ്പോൾ ആദ്യം H/BF > 1.2 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അതിനുശേഷം രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയപ്പം TF < 14 mm ആ കണ്ടീഷനും സാറ്റിസ്ഫൈ. അപ്പം നമുക്ക് മനസ്സിലായി എയ്തർ A അല്ലെങ്കിൽ എന്തായിരിക്കും? B ആയിരിക്കും. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ A അല്ലെങ്കിൽ B. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുത്ത് നോക്കി. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും ചെറുത് ഏതാണോ ആ ആക്സിസിൽ കൂടെ ആയിരിക്കും കൂടുതൽ ബക്കിളിംഗ് ഉള്ളത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IZZും IYY നോക്കിയപ്പോൾ IYYയുടെ വാല്യൂ ആണ് ഏറ്റവും ചെറുതെന്ന് കിട്ടി. സോ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. സോ നമ്മൾ B ക്ലാസ് ആണെന്ന് ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ അപ്പോൾ അതായി. നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മളുടെ ചൂസ് ചെയ്താൽ നമുക്ക് KL/R മിനിമം കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? സോ ആദ്യം R മിനിമം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, R മിനിമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഡിനകത്ത്, അതായത് SP6നകത്ത് RXXൻ്റെയും RYYയുടെയും വാല്യൂ കാണും. അതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്? R മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, RXXും അതായത് RZZ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ SP6 എടുക്കുന്ന വാല്യൂ RXX ആയിരിക്കും. RXXും RYYയുടെയും വാല്യൂ നോക്കുക. അതിൽ ചെറിയ വാല്യൂ ഏതാണോ അതാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? R മിനിമം ആയിട്ട് എടുക്കേണ്ടത്. ഇനി KLൻ്റെ വാല്യൂ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബോത്ത് എൻഡ് പിൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലേ? അതായത് ക്വസ്റ്റ്യനിൽ എന്താ എൻ കണ്ടീഷൻ പറയുന്നത്? ആൻഡ് ദാറ്റ് ഈസ് പിൻ എൻഡഡ്, അതായത് രണ്ട് എൻഡും പിൻ എൻഡഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ രണ്ട് എൻഡും പിൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പിൻഡ് അല്ലേ? പിൻഡ് എന്ന് വെച്ചാൽ ഹിഞ്ച്ഡ്, അതായത് ഹിഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്താണ്? 1L ആണ്. അപ്പോൾ Kയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ K = 1 × L / R മിനിമം ആയിരിക്കും. ഈ L എന്ന് പറയുന്നത് നമുക്ക് 3.5 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അതവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.5 × 10³ / 28.2 × 10³ എന്തിനാണ് ചെയ്തത്? മീറ്ററിന് mmലോട്ടാക്കാനായിട്ട്. സോ നമുക്ക് ലാംഡയുടെ വാല്യൂ 124.113 mm എന്ന് കിട്ടി. ഇനി നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. അപ്പോൾ ബക്കിളിംഗ് ക്ലാസ് ഏത് ടേബിളാണ് നമ്മൾ എടുക്കേണ്ടത്? A ആണോ, B ആണോ, C ആണോ, D ആണോ? B ആണല്ലേ. സോ നമ്മൾ ബക്കിളിംഗ് ക്ലാസ് ഇത് Aയുടെ ടേബിൾ, ബക്കിളിംഗ് ക്ലാസ് Bയുടെ ടേബിൾ, ബക്കിളിംഗ് ക്ലാസ് C. പേജ് നമ്പർ 42ലാണ്. ശ്രദ്ധിക്കുക, ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ തന്നെ എടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് വേറെ ഒരു സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കിടപ്പുണ്ട്, അത് നോക്കി എടുക്കരുത്. നമ്മൾ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് ബക്കിളിംഗ് ക്ലാസ് B എടുക്കുന്നു. നമുക്ക് വേണ്ടത് 124 ആണ്. അപ്പോൾ നമുക്ക് 124 പകരം നമുക്ക് 120 130 ആണുള്ളത്. 120യുടെ കറസ്പോണ്ടിങ് 250യുടെ വാല്യൂ എത്രയാണ്? 120ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 91.7 ഉണ്ട്. 250 ആണല്ലോ നമ്മൾ നോക്കുന്നത്. അതേപോലെ 130ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 81 ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് FCD കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഇത് രണ്ടും കൂടി ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് നമ്മൾ FCD കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി P =
FCD ഇൻറ്റു ഏരിയ. അങ്ങനെ നമുക്ക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. കാൽക്കുലേറ്റ് ദ ഡിസൈൻ കംപ്രസീവ് ലോഡ് ഫോർ എ സ്റ്റീൽ കോളം. സോ ആദ്യം ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ടേ, നമുക്ക് P = FCD ഇൻറ്റു ഏരിയ, ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇതിൽ ഏരിയ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യും, രണ്ടാമത്തെ FCD കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഓക്കെ, സോ കാൽക്കുലേറ്റ് ദ ഡിസൈൻ കംപ്രസീവ് ലോഡ് ഫോർ എ സ്റ്റീൽ കോളം ISHB 315 at 710.2 Newton/meter which is 3.5 meter high. Column is restrained against rotation and translation at both ends. Use FE 410. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഗിവൺ വാല്യൂസ് എല്ലാം എഴുതി. ISHB 350 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. ആൻഡ് കണ്ടീഷൻ എന്തോന്നാണ്? കോളം ഈസ് റീസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അറ്റ് ബോത്ത് എൻഡ്. റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ്, അതായത് റൊട്ടേഷനും ഇല്ല ട്രാൻസ്ലേഷനും ഇല്ല, അതായത് ഒരു മൂവ്മെൻറ്റും ഇല്ല രണ്ട് എൻഡിലും. അപ്പോൾ എന്തായിരിക്കും? ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, രണ്ട് എൻഡും ഫിക്സ്ഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, ആണല്ലോ. സോ സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ISHB 350 വേണം. സോ നിങ്ങളുടെ SP6 നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. നിങ്ങൾക്ക് രണ്ട് ISHB 315 അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഏതിൻ്റെ സെക്ഷണൽ ഏരിയ എടുക്കണം എന്ന്. കാരണം നിങ്ങളുടെ IS കോഡിനകത്ത് IS അല്ല, സ്റ്റീൽ ടേബിളിനകത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും, അതായത് പേജ് നമ്പർ 4 നോക്കുമ്പോൾ ആ പേജ് നമ്പർ 4 രണ്ട് ISHB 350 എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഏരിയ എഴുതാൻ ഡൗട്ട് വരത്തില്ല, ഏത് ISHB എന്ന് എഴുതണമെന്ന്. സോ അതിന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ISHB 350 at 710.2 Newton/meter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതായത് നിങ്ങളുടെ ഇവിടെ വെയ്റ്റ് പെർ മീറ്റർ അങ്ങനെ ഒരു ടേബിളുണ്ട്. അതായത് ഏരിയയുടെ ഇപ്പുറത്തൊരു കോളം കൂടെ ഉണ്ട്, വെയ്റ്റ് പെർ മീറ്റർ എന്ന് പറഞ്ഞ ടേബിൾ. ഇത് നോക്കാം. പക്ഷേ അതിനകത്തുള്ള യൂണിറ്റ് kg/meterൽ ഒരു വെയ്റ്റ് പെർ മീറ്റർ തന്നിട്ടുണ്ട്. സോ അത് kg/meterലായിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് Newton/meterലാണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. സോ ഈ ന്യൂട്ടണിൽ നമ്മൾ kgയിലോട്ടാക്കിയിട്ട് നോക്കണം. ഓക്കെ, ന്യൂട്ടണിൽ kgയിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 9.81 ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് നിങ്ങൾ SP6 എടുക്കുമ്പോൾ ISHB 350 എന്ന് പറയുന്നത് രണ്ടെണ്ണം കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയ എടുക്കണമെന്ന് ഡൗട്ട് വരും. സോ അതിന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ISHB 350 at 710.2 Newton/meter എന്ന് തന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ സെക്ഷണൽ ഏരിയ കോളത്തിൻ്റെ ഇപ്പുറത്ത് വെയ്റ്റ് പെർ മീറ്ററിൻ്റെ ഒരു കോളം കൂടെ കാണും, അതായത് kg/meterലൊരു കോളം കൂടെ കാണും. ആ വാല്യൂ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് Newton/meterലാണ് തന്നിരിക്കുന്നത്. SP6-നകത്ത് kg/meterലാണുള്ളത്. സോ ഈ ന്യൂട്ടനെ kgയിലോട്ടാക്കാൻ ഡിവൈഡഡ് ബൈ 9.81 എന്ന് ചെയ്യാം. സോ 72.4 kg/meter എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെക്ഷണൽ ഏരിയ. അപ്പം നിങ്ങൾക്ക് ഏതാണ്? അതായത് ISHB 350 at 72.4 kg/meter ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. സോ ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അതെടുക്കുക. ഓക്കെ, ജസ്റ്റ് അതൊന്ന് SP6 കൂടെ എടുത്ത് വെച്ചിട്ട് നോക്കുക കേട്ടോ, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അതായത് പേജ് നമ്പർ 4. ഓക്കെ, സോ എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം എഴുതുക. സോ നമ്മൾ ഏരിയ ഏതാണെന്ന് എഴുതി. ഏരിയ എഴുതിയതിന് ശേഷം എന്താണ് നമുക്ക് വേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് FCD കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? FCD കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ടേബിളിൽ നമുക്ക് ഏത് ബക്ലിംഗ് ക്ലാസ് ആണെന്ന് വേണം. എഗെയിൻ നമ്മൾക്ക് എന്തോന്നാണ്? ഹൈ സെക്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം ഹൈ സെക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ കണ്ടീഷൻ H/BF നോക്കുക. H/BF ഹൈറ്റ് എന്ന് പറയുന്നത് 350 ആണ്, ISMB 350 ആണ്. ആൻഡ് BF നമുക്ക് കോഡിൽ നിന്ന് കിട്ടും, SP6 നിന്ന് കിട്ടും. സോ അത് ഗ്രേറ്റർ ദാൻ 1.2 ആണെന്ന് കിട്ടി. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ TF നോക്കുമ്പം നമുക്ക് 11.6 ആണ്, അത് ലെസ് ദാൻ 14 ആണ്. അപ്പോൾ അത് എയ്തർ A ക്ലാസ് അല്ലെങ്കിൽ B ക്ലാസ് ആണെന്ന് കിട്ടുന്നു. ദെൻ നമ്മൾ IZEZും IYYയും കിട്ടുന്നു അല്ലേ? അപ്പം IZEZൻ്റെ വാല്യൂ ആണ് ഗ്രേറ്റർ. അപ്പോൾ കുറഞ്ഞത് IYY ആണ്. അപ്പോൾ ഇതും ബക്കിൾ ചെയ്യുന്നത് ഏത് ആക്സിസിൽ കൂടെയാണ്? ലീസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് IYY ആണ്. സോ ഇത് ബക്കിൾ ചെയ്യുന്നത് Y ആക്സിസിൽ കൂടെയാണെന്ന് മനസ്സിലാവും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ
ആക്സിസിൽ കൂടെ ആയിരിക്കും അത് ബക്കിൾ ചെയ്യുന്നത്. സോ വൈ ആണ് ലീസ്റ്റ് വാല്യൂ. സോ അത് ബക്കിൾ ചെയ്യുന്നത് വൈ ആക്സിസ് കൂടെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ബി. ഓക്കെ, അപ്പം ബി ആണ് ബക്ലിംഗ് ക്ലാസ് എന്ന് കിട്ടി. അടുത്തത് എന്താണ്? സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു KL/R മിനിമം. സോ സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ ഇസ് ഈക്വൽ ടു KL/R മിനിമം ആണ്. ഇവിടെ കെയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കണം അല്ലേ. KL/R മിനിമം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തിൻ്റെ വാല്യൂ നോക്കണം ആദ്യം? നമുക്ക് R മിനിമം നമുക്ക് ഡയറക്റ്റ് RXXും, അതായത് RXX RYY നോക്കിയിട്ട് മിനിമം വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഇവിടെ നമ്മൾ RXXൻ്റെ RYYയുടെയും വാല്യൂ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. RXX 14.65 സെൻറ്റിമീറ്ററും RYY 5.22 സെൻറ്റിമീറ്ററോ 5.22 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ അതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ അത് എഴുതാം. RXX ആണോ RYY ആണോ. ദെൻ KLൻ്റെ വാല്യൂ ആണ് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോളം ഈസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അതായത് റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ്, റൊട്ടേഷനും ട്രാൻസ്ലേഷനും രണ്ടും റെസ്ട്രിക്റ്റഡ് ആണ് രണ്ട് എൻഡിലും. ഓക്കെ, സോ റൊട്ടേഷനും ട്രാൻസ്ലേഷനും രണ്ടെൻഡിലും, ഓക്കെ, റൊട്ടേഷനും ട്രാൻസ്ലേഷനും രണ്ടെൻഡിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ഏത് കണ്ടീഷനാണ്? ഇതാണെങ്കിൽ ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്. സോ 0.65 L. ഓക്കെ, സോ നമ്മളതങ്ങനെ എഴുതുന്നു. നമ്മുടെ ലാംഡ KL എന്ന് പറയുന്നതിൽ 0.65 ഇൻറ്റു L എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. സോ 3.5 ഇൻറ്റു 10 ക്യൂബ്. ഓക്കെ, ദെൻ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് ലാംഡ 43.58 ആണ് കിട്ടിയത് ആണല്ലോ, 43.58. സോ ലാംഡ 43.58 നോക്കുമ്പം ദെൻ നമുക്ക് ബക്ലിംഗ് ക്ലാസ് ബി ആണെന്നും അറിയാം. സോ ബി എടുക്കണം. ആദ്യം ബക്ലിംഗ് ക്ലാസ്സിൻ്റെ ടേബിൾ എന്തെടുക്കുക? ബി എടുക്കുക. ആൻഡ് 40 എന്ന് പറയുമ്പോൾ നമുക്ക് 40നും 50നും ഇടയിലായിരിക്കും. 40ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 250യുടെ വാല്യൂ 206ഉം 50ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് 40ന് 206 ആണ്. ആൻഡ് 50നെന്ന് പറയുന്നത് 194 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 40 ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് എത്രയെന്ന് ഇൻറ്റർപൊളേറ്റ് ചെയ്തെടുക്കാം. സോ ഇൻറ്റർപൊളേറ്റ് ചെയ്തെടുക്കുമ്പം നമുക്ക് FCDയുടെ വാല്യൂ കിട്ടും. FCDയുടെ വാല്യൂ കിട്ടിയാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? P is equal to FCD ഇൻറ്റു ഏരിയ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ മനസ്സിലായല്ലോ. P is equal to FCD ഇൻറ്റു ഏരിയ. ദെൻ അടുത്തൊരു പ്രോബ്ലം ആണ്. ഇൻ എ ട്രസ് a strut 3 meter long consists of two angles ISA 100 by 100 by 6 meter. Find the factored strength of the members if the angles are connected on both sides of 12 mm gusset by 1 bolt, 2 bolt and welding. So ഈ 1 boltum 2 boltum അതുപോലെ വെൽഡിങ്ങും വരുമ്പം പ്രോബ്ലത്തിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു ഫിഗർ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കൊരു ട്രസ് മെമ്പർ ഉണ്ട്. ഓക്കെ, ഇന്നർ ട്രസ് ഒരു സ്ട്രട്ട് 3 മീറ്റർ ലോങ് ഉണ്ട്. അത് 2 ആംഗിൾ സെക്ഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം ഫാക്ടർഡ് സ്ട്രെങ്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇഫ് ആംഗിൾ സെക്ഷൻസ് ആർ കണക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ആദ്യം നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു സ്ട്രട്ട് ഉണ്ട്. ആ സ്ട്രട്ടിൻ്റെ 2 സൈഡിലും എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? ബോത്ത് സൈഡ്സിലായിട്ട് ആംഗിൾസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു സ്ട്രട്ട് അതിൻ്റെ 2 എൻഡിലായിട്ട് ആംഗിൾസ് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതുപോലെ ആയിരിക്കുമല്ലോ ആംഗിൾസ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരു സ്ട്രട്ട് ആ 2 സ്ട്രട്ടിൻ്റെയും 2 സൈഡായിട്ട് ഇഫ് ആംഗിൾസ് ആർ കണക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് 2 സൈഡിലുമായിട്ടാണ് ആംഗിൾസ് എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ കണ്ടീഷൻസ് ആയിട്ട് 1 ബോൾട്ട് ആണെങ്കിൽ 2 ബോൾട്ട് ആണെങ്കിൽ വെൽഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ഗിവൺ കണ്ടീഷൻസ് എല്ലാം എഴുതി നമ്മളുടെ ഫിഗർ വരച്ചു. ഇങ്ങനെയാണ് നമ്മളുടെ ഫിഗർ ഇരിക്കുന്നത്. അതായത് ഒരു സ്ട്രട്ട് അതിൻ്റെ ഇപ്പുറത്ത് ആംഗിൾ സെക്ഷൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഓരോന്നിൻ്റെ ആക്സിസ് വരയ്ക്കുന്നത് എന്തിനാണെന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ആദ്യം സെക്ഷണൽ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പം
നമുക്ക് ഈ ആംഗിൾ സെക്ഷൻ്റെ പോർഷൻ എടുക്കുക. ആംഗിൾ സെക്ഷൻ്റെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ISA 100/100/6 ആണ് അല്ലേ. സോ നമ്മൾ SP6 എടുക്കുക. നിങ്ങളുടെ പേജ് നമ്പർ 6-നകത്ത്, അതായത് പേജ് നമ്പർ 10-നകത്ത് ISA 100/100/6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെടുക്കുക, ഏരിയ എടുക്കുക. 100/100/6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എടുക്കുക. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു 2 അതായത് നമുക്ക് കിട്ടുന്നത് ഒരു ഏരിയ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ അവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് 11.67 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. 11.67 സെൻറ്റിമീറ്റർ സ്ക്വയർ, അത് മീറ്ററിലോട്ടാക്കുമ്പം 1167 mm² എന്നാവും. ആൻഡ് പിന്നെ എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഒരു ആംഗിൾ സെക്ഷൻ്റെ ഏരിയ ആണ് കിട്ടുന്നത് അല്ലേ. ഒരു ആംഗിൾ സെക്ഷൻ, ഒരു ISA 100/100/6 mm, ഒരു ആംഗിൾ സെക്ഷൻ്റെ ഏരിയ ആണ് നിങ്ങൾക്ക് SP6 എന്ന് കിട്ടുന്നത്. നമുക്ക് 1, 2 എത്ര ആംഗിൾ സെക്ഷൻസ് ഉണ്ട്? 2 ആംഗിൾ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. 2 ആംഗിൾ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ആംഗിൾ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2 × 1167 ആയിരിക്കും. സോ ISA 100/100/6 mm എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു SP6 എന്ന് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും ഏരിയ 1167 എന്ന് കിട്ടും. 2 ആംഗിൾ സെക്ഷൻ ഉള്ളതുകൊണ്ട് × 2 ചെയ്യുക. ദെൻ ബക്ലിംഗ് ക്ലാസ് ഓഫ് ക്രോസ് സെക്ഷൻസ്. അപ്പം നമുക്ക് ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ ഏതാണ് ബക്ലിംഗ് ക്ലാസ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാം. നമുക്ക് ഈസി ആയിട്ട് എടുത്തുകൂടെ. അതുകൊണ്ട് ആംഗിൾ സെക്ഷൻ ഇവിടെ കിടക്കുന്നു. ചാനൽ, ആംഗിൾ, T ആൻഡ് സോളിഡ് സെക്ഷൻ. ആംഗിൾ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബക്ലിംഗ് ക്ലാസ് നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ ഏതെന്നുള്ളത്, C എന്നുള്ളത്. സോ ബക്ലിംഗ് ക്ലാസ് നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതി എന്തെന്ന് പറയുന്നത് C. അടുത്തതാണ് നിങ്ങൾക്കിനി കൺഫ്യൂഷൻ വരുന്ന പാർട്ട്. λ = KL/R-min. ഇവിടെ നമുക്ക് കെയിൽ നമുക്ക് എഴുതാം. കണ്ടീഷൻസ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് എഴുതാം. പക്ഷേ ഈ R-min നോക്കും, നമുക്ക് ഡയറക്റ്റ് കോഡിൽ നിന്ന് നമ്മൾ RXXും RYYയും നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമുക്ക് SP6 എന്ന് കിട്ടുന്നത് ആംഗിൾ സെക്ഷൻസിൻ്റെ ആണ് അല്ലേ. അതായത് നമുക്ക് SP6 എന്ന് കിട്ടുന്നത് ഈ ഒരു ഒറ്റ ആംഗിൾ സെക്ഷൻ്റെ ആയിരിക്കും. അപ്പോൾ അതായിരിക്കുമല്ലോ ഈ ഹോൾ സ്ട്രക്ചറിൻ്റെ RXS RYY എന്ന് പറയുന്നത്. അല്ല, നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്നത്, കോഡിൽ നിന്ന് SP6 എന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ ആംഗിൾ സെക്ഷൻ്റെ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ഹോൾ സ്ട്രക്ചറിൻ്റെ RXXും RYY ആയിരിക്കും. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒന്നുകൂടെ ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ R കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ R കണ്ടുപിടിക്കുന്നതും സെയിം നമുക്ക് RZZും RYYയും നമ്മൾ ഈ ഹോൾ സെക്ഷൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ RYYയുടെ കേസ് പറയുകയാണ്. സോ RYY എന്ന് പറയുന്നത്, അതായത് റേഡിയസ് ഓഫ് ഗൈറേഷനാണ് R എന്ന് നമുക്കറിയാമല്ലോ. റേഡിയസ് ഓഫ് ഗൈറേഷനാണ് R. റേഡിയസ് ഓഫ് ഗൈറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, √I / A എന്ന് പറയുന്നത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ / ഏരിയ. സോ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും, IYY, അതായത് ആ ഹോൾ സ്ട്രക്ചറിൻ്റെ Y ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഇവിടെ നോക്ക്, നമ്മുടെ Y ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 ആംഗിൾ സെക്ഷൻ്റെയും Y ആക്സിസ് ഇതിലേക്കൂടെ പോകുന്നു. ഹോൾ സ്ട്രക്ചറിൻ്റെ Y ആക്സിസ് ഇതിലേക്കൂടെ ആയിരിക്കും പോകുന്നത്. ഇനി ഓരോന്നിൻ്റെയും Y ആക്സിസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ആംഗിൾ സെക്ഷൻ്റെ, ഈ ആംഗിൾ സെക്ഷൻ്റെ Y ആക്സിസ് അതിൻ്റെ സെൻറ്ററിൽ കൂടെയും ഈ ആംഗിൾ സെക്ഷൻ്റെ Y ആക്സിസ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും പോകുന്നത് അല്ലേ. അതേസമയം ZZ ആക്സിസ് നോക്കിയാലോ, ZZ ആക്സിസ് ആണ് നോക്കുന്നതെങ്കിൽ ഈ മൊത്തം സ്ട്രക്ചറിൻ്റെയും ZZ ആക്സിസ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പോകും. ഈ I സെക്ഷൻ്റെ ആയാലും അതിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഈ L സെക്ഷൻ്റെ, I സെക്ഷൻ അല്ല, L സെക്ഷൻ, ഏതിൻ്റെ നോക്കിയാലും, അതായത് ഈ മൊത്തവും സ്ട്രക്ചറിൻ്റെയും അതേപോലെ ഈ ഓരോ ആംഗിൾ സെക്ഷൻ്റെയും ZZ ആക്സിസ് പോകുന്നത് സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ ആയിരിക്കും, ആണല്ലോ. സോ അതായത് നമ്മൾ സെപ്പറേറ്റ് എടുത്താലും, സെപ്പറേറ്റ് ആയിട്ട് ഈ ആംഗിൾ സെക്ഷനും സ്ട്രട്ട് എടുത്താലും, മൊത്തത്തിലുള്ള ഹോൾ സ്ട്രക്ചർ എടുത്താലും അതിൻ്റെ ZZ ആക്സിസ് എന്ന് പറയുന്നത് ഒരേ ലൈനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഈ ആംഗിൾ സെക്ഷൻ്റെ ZZ ആക്സിസ് തന്നെ ആയിരിക്കും മൊത്തവും സ്ട്രക്ചറിൻ്റെയും എന്തെന്ന് പറയുന്നത്, ZZ ആക്സിസ് എന്ന് പറയുന്നത്. കാരണം ZZ ആക്സിസ് ഒരേ ലൈനിൽ കൂടെ അല്ലേ പോകുന്നത്
അല്ലേ, ഒരേ ലൈനിൽ കൂടെ അല്ലേ പോകുന്നത്. മൊത്തത്തിനായാലും ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ സെക്ഷൻ എടുക്കുന്നു വെച്ചാൽ, ഈ ആംഗിൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ സെക്ഷൻ്റെ ഇസഡ് ആക്സിസ് ഇങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്ട്രട്ടിൻ്റെ എടുത്താലും ഇങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്, മൊത്തമായിട്ട് എടുത്താലും അങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ആർ ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ എ, അത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. കാരണം ഈ മൊത്തം സ്ട്രക്ചറിൻ്റെ ഐ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് SP6 എന്ന് കിട്ടുന്ന ആംഗിൾ സെക്ഷൻ്റെ ഐ ഇസഡ് തന്നെ ആയിരിക്കും. സോ അത് നമുക്ക് ഡയറക്റ്റ് SP6 എന്ന് ഐ ഇസഡ് എഴുതാം. 11.3.2 × 10⁻⁴. നമുക്ക് 2 ആംഗിൾ സെക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് × 2 എന്ന് എഴുതാം. സോ അത് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് 2 ആംഗിൾ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി 2, 3, 3, 4 ആണ് ആംഗിൾ സെക്ഷൻ്റെ ഏരിയ. സോ 2, 3, 3, 4 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തെടുത്തു. ഒരു മിനിറ്റ്. ആർ ഇസഡ് ഈസ് ഈക്വൽ ടു, അതായത് ആർ ഇസഡ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ഐ ഇസഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് SP6 എന്ന് എഴുതാം. കാരണം ആംഗിൾ സെക്ഷൻ്റെ ഇസഡ് ആക്സിസും ആ ഹോൾ സ്ട്രക്ചറിൻ്റെ ഇസഡ് ആക്സിസും ഒരേ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരുമിച്ചാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ ആംഗിൾ സെക്ഷൻ്റെ ഇസഡ് ആക്സിസ് തന്നെ നമുക്ക് എന്തിൻ്റെ എഴുതാം, ഇവിടെ ഐ ഇസഡ് ആക്സിസ് ആയിട്ട് എഴുതാം. സോ ഐ ഇസഡ് ഓഫ് ആംഗിൾ സെക്ഷൻ നമുക്ക് SP6 എന്ന് കിട്ടും. അതവിടെ എഴുതുന്നു. 2 ആംഗിൾ സെക്ഷൻസ് ഉള്ളതുകൊണ്ട് × 2 ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ ഏതിൻ്റെ എടുക്കേണ്ടത്, ആംഗിൾ സെക്ഷൻ്റെ ഏരിയ. രണ്ട് ഏരിയ എടുക്കണ്ടേ, കാരണം 2 ആംഗിൾ സെക്ഷൻ ഇല്ല. അപ്പോൾ 2 × ഏരിയ എത്രയെന്ന് വെച്ചാൽ അങ്ങനെ ആ 2 × ചെയ്ത് കിട്ടിയതാണ് ഈ 2, 3, 3, 4 എന്ന് പറയുന്നത്. സോ ആർ ഇസഡ് ആയി. ഇനി നമുക്ക് ആർ വൈ കാൽക്കുലേറ്റ് ചെയ്യണം. ആർ വൈ എന്ന് പറയുന്നത് ഐ വൈ ഡിവൈഡഡ് ബൈ ആണ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കുമ്പം 3ൻ്റെയും വൈ ആക്സിസ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. സോ നമുക്ക് മറ്റേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഹോൾ സ്ട്രക്ചറിൻ്റെ വൈ ആസിഡ് ഇതിലേക്കൂടെ പോകും. അതുപോലെ ആംഗിൾ സെക്ഷൻ്റെ വൈ ആക്സിസ് ഇങ്ങനെ പോകും. സോ നമ്മൾക്ക് അവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇതുപോലൊരു കേസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, പാരലൽ ആക്സിസ് തിയറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മോസി പഠിച്ച തിയറമായിരിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് 2 ആക്സിസ് ഉള്ളത്, ഓക്കെ, 2 ആക്സിസ് ഉള്ളത് പാരലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഹോൾ സ്ട്രക്ചറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഐ വൈ എന്ന് പറയുന്നത് I1 y1 എന്ന് പറയുന്നത് ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതായത് ഈ ഒരു ആംഗിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് SP6 എന്ന് എടുക്കുന്നത് പ്ലസ് A1H1². ഇതൊരു ഫോർമുലയാണ്. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫോർമുല ആയിരിക്കും. അതായത് I y വിൽ ബി ഈക്വൽ ടു I1 y1 പ്ലസ് A1H1². ഇതാണ് ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങൾ മോസിൽ പഠിച്ചതായിരിക്കും. ഈ I1 y1 എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് SP6 എന്ന് കിട്ടുന്ന ഈ ആംഗിൾ സെക്ഷൻ്റെ വൈ ആക്സിസ് കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. A1 എന്ന് പറയുന്നത് ആംഗിൾ സെക്ഷൻ്റെ ഏരിയ H² എന്ന് പറയുന്നത് 2 ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഈ ഡിസ്റ്റൻസ്, ഇതൊരു ആക്സിസ്, അപ്പം ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസാണ് നമ്മുടെ H എന്ന് പറയുന്നത്. ഓക്കെ, സോ I1 y1 എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം, കോഡിൽ നിന്ന് എടുക്കാം. പ്ലസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര, ഒരു ആംഗിൾ സെക്ഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര എടുത്തേ, 1167. നമ്മളിപ്പം ഒരു ഭാഗം കൺസിഡർ ചെയ്താൽ മതി. അതായത് ഇതേ സെയിം തന്നെ ആയിരിക്കും. അപ്പം ഈ ഇവിടുത്തെ ഇതേ ഭാഗം തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമുക്ക് സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു പോർഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ ലാസ്റ്റിന് × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പം ഏരിയ എന്ന് പറയുന്നത് ഒരു ആംഗിൾ സെക്ഷൻ്റെ ഏരിയ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ I y1ൻ്റെയും കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം നിങ്ങൾ I y വിൽ ബി ഈക്വൽ ടു 2 × I1 y1 പ്ലസ് 2 × ഏരിയ × H1². ഓക്കെ, ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡയറക്റ്റ് I y കാൽക്കുലേറ്റ് ചെയ്തിട്ടേ അവസാനം I y കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം, 2 ആംഗിൾസിന് വേണ്ടിയിട്ട്. ഓക്കെ,
സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ വൈ വൈ വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് ഏരിയ, ഒരെണ്ണത്തിൻ്റെ ഏരിയ എടുക്കുക, എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസും തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് എച്ച് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ CYY അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴിയുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ഈ ആക്സിസ് തൊട്ട് എല്ലിൻ്റെ ആ എഡ്ജ് വരെയുള്ള ആംഗിൾ സെക്ഷൻ്റെ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ CYY എന്ന് പറയുന്നത്. അത് നമുക്ക് കോഡിന്ന് കിട്ടും. പ്ലസ് പിന്നെ എത്രയും കൂടെ ഉണ്ട്, ഈ ഒരു ചെറിയ തിക്നെസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രട്ടിൻ്റെ തിക്നെസ് നമുക്കറിയാം, ഇതാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഈ സ്ട്രട്ടിൻ്റെ തിക്നെസ് വന്നിരിക്കും, അതിൻ്റെ ബൈ 2 ചെയ്താൽ പോലെ ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ. ഒന്നുകൂടെ പറയാം, ഓക്കെ, ഈ ആംഗിൾ തൊട്ട് ഈ എൽ സെക്ഷൻ്റെ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് CYY പ്ലസ് പിന്നെ ഇതുണ്ട് ഈ ഒരു ഇത്ര ഡിസ്റ്റൻസും കൂടെ മതിയല്ലോ നമ്മളുടെ എച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അത്ര ഡിസ്റ്റൻസ് എന്താ, ഈ സ്ട്രട്ടിൻ്റെ പാതിയല്ലേ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. സ്ട്രട്ടിൻ്റെ തിക്നെസ് 10 mm എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 10/2 5 വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ സ്ട്രട്ടിൻ്റെ ഡിസ്റ്റൻസ് ഇറ്റ്സ് 12 mm ആണേ. 12 mm എന്നാണ്, 10 അല്ല 12 mm. സോ ഇപ്പോൾ 6 ആയിരിക്കുമല്ലോ ഹാഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ IYY കാൽക്കുലേറ്റ് ചെയ്തേക്ക് നോക്കുക, I1Y1 അത് നമുക്ക് കോഡിന്ന് ഡയറക്റ്റായിട്ട് കിട്ടും. പ്ലസ് ഏരിയ, ഒരു ആംഗിളിൻ്റെ ഏരിയ 1167 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് CYY പ്ലസ് എന്തോന്നാണ് T/2 ദ ഹോൾ സ്ക്വയർ. എച്ച് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. സോ അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതായത് CYY നമുക്ക് കോഡിന്ന് 26.7 എന്ന് കിട്ടും. പ്ലസ് തിക്നെസ് 12 എന്ന് തന്നിട്ടുണ്ട്. സോ 12/2 ദ ഹോൾ സ്ക്വയർ. ഡബിൾ ആംഗിൾസിന് ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, RYY കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഏരിയ ഡബിൾ ആംഗിൾസിൻ്റെ ഏരിയയാണ് കൊടുക്കുന്നത്, കാരണം നമ്മൾ രണ്ട് ആംഗിൾ സെക്ഷൻ്റെ ഇവിടെ IYY കാൽക്കുലേറ്റ് ചെയ്തു. സോ മിനിമം വാല്യൂ ഏതാണെന്ന് വെച്ചാൽ RYY നമുക്ക് കിട്ടിയത് 44.97 RZZ കിട്ടിയത് 30.88 ആണ്. സോ മിനിമം RZZ ആണ് 30.88 എന്നുള്ളത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ നമ്മൾ കണ്ടീഷൻ വായിച്ചു നോക്കുക. കണ്ടീഷൻസ് എന്താണ്, അതായത് നമുക്ക് ആദ്യം 1 ബോൾട്ട് കണ്ടീഷനാണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് അവിടെയാണ് നമ്മുടെ വ്യത്യാസം വരുന്നത്. നമുക്ക് സിംഗിൾ ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 1 ആയിരിക്കും. ഡബിൾ ബോൾട്ട് ആണെങ്കിൽ കെയുടെ വാല്യൂ 0.85 ആയിരിക്കും. വെൽഡിങ് ആണെങ്കിൽ കെയുടെ വാല്യൂ 0.7 ആയിരിക്കും. അപ്പോൾ 3 സ്ലെൻഡർനെസ് റേഷ്യോ എടുക്കുക. ആദ്യത്തെ കേസ് എന്തായിരുന്നു, 1 ബോൾട്ട് ആണെങ്കിലുള്ള കേസാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1 ബോൾട്ടിൻ്റെ കേസ് കാൽക്കുലേറ്റ് ചെയ്യുക. 1 ബോൾട്ട് ആണെങ്കിൽ, ഓക്കെ, ഒരു ബോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ കെ വിൽ ബി ഈക്വൽ ടു 1 ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു L ഡിവൈഡഡ് ബൈ R മിനിമം കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ്റെ ലാംഡ കിട്ടും. ദെൻ 2 ബോൾട്ട് ആണെങ്കിൽ കെ 0.85 കണ്ടുപിടിക്കുക. വെൽഡിങ് ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 0.7. അങ്ങനെ ഓരോ കണ്ടീഷൻ്റെയും 3 FCD കാൽക്കുലേറ്റ് ചെയ്യുക, 3 ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, ആ കെയുടെ വാല്യൂ മാറുന്നേ ഉള്ളൂ. സോ ഇതുപോലത്തെ പ്രോബ്ലംസാണ് ബാക്കി വരുന്നതെല്ലാം. സോ അതടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു.